ഈ വിളക്ക് നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. ചോദിച്ചോളൂ. കഴുത്തില്ലാത്ത മൃഗം വെള്ളമുണ്ടെങ്കിലും വെള്ളം കുടിക്കില്ല. പറയേ, അത് ഏത് മൃഗമാണ്? വാലുമില്ല, മുടിയുമില്ല. ഇതുവരെ നിങ്ങൾ കണ്ടത് ഗ്രീൻ ഡ്രാഗനും ബ്ലൂ ഡ്രാഗനും രണ്ടുപേരും തമ്മിൽ കണ്ടു. അവർ രണ്ടുപേരും ഇതെല്ലാം ഒരുമിച്ചാണ് ചെയ്തത്. എന്നാലേ ആ മാന്ത്രിക വിളക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന്. ഏത് ഗുഹയിലാണോ വിളക്ക് വെച്ചിരിക്കുന്നത് അതിന്റെ അകത്തേക്ക് ഡ്രാഗന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്രീൻ ഡ്രാഗൺ മെങ്കു കരടിയോട് ഗുഹയിലേക്ക് പോകാൻ സമ്മതിപ്പിച്ചു. ഇനി അടുത്ത ദിവസം മോണ്ടുകുരങ്ങ് ആദ്യം മുതലേ മെങ്കു കരടിയുടെ വീടിനടുത്ത് വന്ന് അതിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ മാന്ത്രിക വിളക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഈ ഗ്രീൻ ഡ്രാഗൺ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? അത് കണ്ടെത്താൻ ഇതിന്റെ പിന്നാലെ പോയേ പറ്റൂ. കുറച്ചു നേരത്തിന് ശേഷം ഗ്രീൻ ഡ്രാഗൺ മെങ്കു കരടിയുടെ വീട്ടിൽ വന്നു. വാ മെങ്കു ബാലു, നിന്നെ ഞാൻ ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഒരു തുരങ്കമുണ്ട്. ഓ, വരൂ, പോകാം. ഗ്രീൻ ഡ്രാഗൺ കരടിയെ മലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മോണ്ടുകുരങ്ങ് ആരുമറിയാതെ അവരുടെ പിന്നാലെ പോയി. 1 മണിക്കൂർ നടന്നതിന് ശേഷം അവരൊരു സ്ഥലത്തെത്തി. അവിടെ 2 ആൽമരം കുറച്ച് അടുത്തടുത്തായി ഉണ്ടായിരുന്നു. മെങ്കു കുരങ്ങേ, ഈ 2 മരത്തിൽ നിന്ന് ഓരോരോ ഇലകൾ കൊണ്ടുവാ. അത് കേട്ട് മെങ്കു കരടി ആ മരത്തിൽ കയറി ഓരോ ഇലകളായി പറിച്ച് അതിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ഈ 2 ഇലയും തറയിൽ വെക്ക്. കൈകൊണ്ട് നിന്റെ കണ്ണ് അടച്ചോളൂ. അത് കേട്ട് മെങ്കു കരടിയും അങ്ങനെ തന്നെ ചെയ്തു. ഭൂമിയിൽ എവിടെയാണോ ഇല വെച്ചിരുന്നത് അവിടെ വെടിച്ചു കീറാൻ തുടങ്ങി. അപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു വാതിലും വന്നു. മെങ്കു കരടി കണ്ണുകൾ തുറന്നതും മുമ്പിലുണ്ടായിരുന്ന എല്ലാം കണ്ട് അതിനത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഓ, കൊള്ളാമല്ലോ. ഇതുപോലെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മെങ്കു, നീ ഇതിന്റെ അകത്തേക്ക് പോ. ഇതിന്റെ അകത്തേക്ക് പോയാൽ നിനക്ക് ആ മാന്ത്രിക വിളക്ക് കാണാൻ പറ്റും. അതിന്റെ വാക്ക് കേട്ട് മെങ്കു പടിയിലൂടെ താഴേക്കിറങ്ങി. എന്നാൽ അത് ഓരോ പടികളായി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലുണ്ടായിരുന്ന ഓരോ പടികളായി മാഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഒളിച്ചിരുന്ന മോണ്ടുകുരങ്ങ് വളരെ വേഗത്തിൽ അവിടെ വന്നു. നിൽക്ക് മെങ്കു ബാലു, ഞാനും വരാം. വേണ്ട. മോണ്ടുകുരങ്ങ് മുകളിൽ നിന്നും താഴേക്ക് ചാടി തറയിൽ ഠമാറെന്ന് വീണു. അയ്യോ അമ്മ, ഇവിടെ പടിയില്ലായിരുന്നോ? അത് കണ്ട് മെങ്കു കുരങ്ങ് അത്ഭുതപ്പെട്ടു. എടാ മോണ്ടു, നീ എങ്ങനെ ഇവിടെ? നിന്നെ സഹായിക്കാനാണ് ഞാനിവിടെ വന്നത്. ഗ്രീൻ ഡ്രാഗൺ ഇവിടെ നിന്ന് മേടി മാഞ്ഞു പോയല്ലോ. ഇപ്പോൾ മുകളിൽ എങ്ങനെ വരും? നിങ്ങൾ വിഷമിക്കണ്ട. ആ വിളക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പടിയെല്ലാം തിരികെ വന്നോളും. പോകൂ, മുൻപോട്ട് പോകൂ. ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ ഡ്രാഗൺ എന്തോ ഒരു പന്തികേടുണ്ട്. ശരി, നമുക്ക് മുൻപിലേക്ക് പോകാം. ഇത് സത്യം പറയുന്നോ അല്ലെങ്കിൽ കളിക്ക് പറയുകയാണോന്ന് പോയി നോക്കാം. മെങ്കു കരടിയും മോണ്ടുകുരങ്ങും മുൻപിലേക്ക് നടന്നുപോയി. അവിടെ അവർ കണ്ടത് വളരെ മനോഹരമായിരുന്നു. തറയിൽ വെള്ളി നാണയവും സ്വർണ്ണ നാണയവും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മോണ്ടു കണ്ടു അവിടെ ഒരു സുന്ദരിയായ പെൺകുരങ്ങ് നിൽക്കുന്നത്. എത്ര സുന്ദരിയായ ഒരു കുരങ്ങ്. മോണ്ടു, അത് മായാജാലമായിരിക്കാം. അതിൽ നോക്കണ്ട. എന്നാൽ കരടി പറഞ്ഞത് കേൾക്കാതെ മോണ്ടുകുരങ്ങ് വേഗത്തിൽ ആ പെൺകുരങ്ങിന്റെ അടുത്തേക്ക് പോയി അതിന്റെ ദേഹത്ത് കൈവച്ചതും മാഞ്ഞുപോയി. മോണ്ടുവും തറയിൽ വീണു. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അത് മായാജാലമായിരിക്കാമെന്ന്. എങ്ങനെയാടാ പെട്ടെന്ന് മാഞ്ഞു പോയത്? അവർ രണ്ടുപേരും വീണ്ടും അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ കല്ലിന്റെ മുകളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന വിളക്കവർ കണ്ടു. യെസ്, നമ്മൾ വിളക്ക് കണ്ടെത്തി. മോണ്ടുകുരങ്ങ് വേഗത്തിൽ വിളക്കിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടേക്ക് ഒരു വലിയ ആനയും വന്നു. ഈ വിളക്ക് നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. ചോദിച്ചോളൂ. കഴുത്തില്ലാത്ത മൃഗം വെള്ളമുണ്ടെങ്കിലും വെള്ളം കുടിക്കില്ല. പറയേ, അത് ഏത് മൃഗമാണ്? വാലുമില്ല,
മുടിയുമില്ല. ഇത് വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. മോണ്ടുകുരങ്ങ് കുറച്ചുനേരം ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഉത്തരം പാമ്പ്. അങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങ് ആ വിളക്കിൽ കൈവച്ച ഉടനെ പെട്ടെന്ന് മോണ്ടുവിന് കറണ്ട് ഷോക്ക് അടിച്ചു. അപ്പോൾ അത് ദൂരേക്കും പോയി വീണു. കഴുത്തുമില്ല, വാലുമില്ല, അങ്ങനെ ഏത് മൃഗമാണുള്ളത്? അതിന്റെ ഉത്തരം തവള. അങ്ങനെ പറഞ്ഞ് കരടി ആ വിളക്കിൽ തൊട്ടു. എന്നാൽ കരടിക്കൊന്നും പറ്റിയില്ല. നിന്റെ ഉത്തരം ശരിയായിരുന്നു മെങ്കു. ഈ മാന്ത്രിക വിളക്ക് ഇനി നിന്റെ സ്വന്തമാണ്. അങ്ങനെ പറഞ്ഞ് ആന മാഞ്ഞുപോയി. ആ മന്ത്രവിളക്കിൽ എന്തുകൊണ്ടാ ഷോക്ക് അടിച്ചത്? ഞാൻ പറഞ്ഞതും ശരിയല്ലേ? ശരി, വാ അവിടെ പോയി സംസാരിക്കാം. രണ്ടുപേരും ആ വിളക്കുമെടുത്ത് ആ തുരങ്കത്തിന്റെ പാതയിലെത്തി. ഗ്രീൻ ഡ്രാഗൺ, ഞങ്ങൾക്ക് ആ വിളക്ക് കിട്ടി. മെങ്കുവിന്റെ കയ്യിലെ ആ മാന്ത്രിക വിളക്ക് കണ്ട ഉടനെ ഗ്രീൻ ഡ്രാഗന്റെ കണ്ണിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. എടുത്തുകൊണ്ട് വരൂ, വേഗം അത് മുകളിലേക്ക് വലിച്ചെറിയൂ. ഞങ്ങൾ ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് നിങ്ങളുടെ കയ്യിൽ തരാം. ആദ്യം ഞങ്ങളെ പുറത്തെടുക്കൂ. നിങ്ങളുടെ കയ്യിൽ തന്നാൽ പടി എങ്ങനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരുമാ? അതെല്ലാം ഞാൻ ചെയ്തോളാം. വേഗം നിങ്ങൾ ആ വിളക്ക് എനിക്ക് നേരെ വലിച്ചെറിയൂ. ഇല്ല, ആദ്യം ഞങ്ങളെ ഇവിടെ നിന്നും പുറത്തെടുക്ക്. മര്യാദയ്ക്ക് ആ വിളക്ക് എനിക്ക് തന്നേക്കൂ. ആ വിളക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കാട് എല്ലാം ഞാൻ കത്തിച്ചു കളയും. സംശയം സത്യമായി. എന്തോ ഒരു ഉദ്ദേശം കൊണ്ടാണ് നീ ഈ കാട് സംരക്ഷിച്ചത്. ഇത് കേട്ട് ഗ്രീൻ ഡ്രാഗന് ദേഷ്യവും വന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കണ്ടോളൂ ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ ഗ്രീൻ ഡ്രാഗൻ ഒരുപാട് ദേഷ്യത്തോടെ അവിടെ നിന്നും പറന്നുപോയി. അയ്യോ, അത് നമ്മുടെ കാട് നശിപ്പിക്കുമോ? ഇവിടെ നിന്നും എങ്ങനെ പോകും? ഡോൺ വറി, നമ്മളുടെ കയ്യിൽ ആ മാന്ത്രിക വിളക്കില്ലേ? അങ്ങനെ പറഞ്ഞു മോണ്ടുകുരങ്ങ് വിളക്കിൽ പിടിച്ച് പറഞ്ഞു. മാന്ത്രിക വിളക്ക് ഞങ്ങളെ വെളിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വിളക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ വിളക്കിന് വേണ്ടി ആ ഗ്രീൻ ഡ്രാഗൺ എന്തിനു വേണ്ടി ഈ നാടകം കളിക്കണം? പറയൂ. മെങ്കു കരടി ആ വിളക്കിൽ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അതിലെന്തോ എഴുതിയിട്ടുണ്ട്. എന്നാൽ വിളക്കിലിപ്പോൾ മണ്ണായിരുന്നു. അതുകൊണ്ട് ശരിക്കും അതിന് വായിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. ആ വിളക്കിൽ എന്താ ഉള്ളത്? അത് വായിക്കാൻ വേണ്ടി മെങ്കു അതിന്റെ മുകളിലുള്ള പൊടി തട്ടി. അപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ ആ വിളക്ക് സ്വർണ്ണ നിറത്തിൽ ജ്വലിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിരി ശബ്ദവും കേട്ടു. അയ്യോ, എന്താ ഇത്? അപ്പോൾ വിളക്കിൽ നിന്നും ഒരു പുക വെളിയിലേക്ക് വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ആ പുക ഒരു ജീനിയായി മാറി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? രണ്ടുപേരും ആ ജീനിയെ കണ്ട് അത്ഭുതപ്പെട്ടു. മറുവശത്ത് ഗ്രീൻ ഡ്രാഗൺ ബ്ലൂ ഡ്രാഗനോടൊപ്പം ചേർന്ന് ആ കാട് നശിപ്പിക്കാൻ പുറപ്പെട്ടു. മോണ്ടുകുരങ്ങും മെങ്കുക്കരടിയും ആ തുരങ്കത്തിൽ നിന്നും വെളിയിൽ വരുമോ? ജീനി അവരെ സഹായിച്ച് ഗ്രീൻ ഡ്രാഗനെയും ബ്ലൂ ഡ്രാഗനെയും ഒരു പാഠം പഠിപ്പിക്കുമോ? ആ മാന്ത്രിക വിളക്ക് കിട്ടിയതിനു ശേഷം മെങ്കു മോണ്ടുവിന്റെ ലൈഫ് എങ്ങനെ മാറുമെന്ന്? ഈ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഈ കഥയുടെ അടുത്ത പാർട്ടിൽ. અરે મિત્ર, તે આજે અમારો જીવ બચાવ્યો છે. ક્યારેય તારા પર મુસીબત આવી તો અમે પણ તારી મદદ જરૂરથી કરીશું. તમે આટલી નાનકડી છો, તમે મારો જીવ કઈ રીતે બચાવશો? પણ હું ખુશ છું કે મેં મારા મિત્રોની મદદ કરી. એક દિવસ ટીનુ ચકલી ખાવાનું શોધવા માટે જંગલમાં ફરી રહી હતી. ત્યાં જ જમીન ઉપર તેને એક મીઠાઈ પડેલી જોવા મળી. અરે વાહ, આ તો મીઠાઈ લાગે છે જે માણસો ખાતા હોય છે. આજે તો મજા જ આવી જશે. તે જમીન ઉપર ઉતરી મીઠાઈને તેની ચાંચમાં દબાવીને જંગલ તરફ ઉડી નીકળી. તેણે તે મીઠાઈ પોતાના માળામાં જઈને મૂકી દીધી. તે જ ઝાડમાં બીજી બધી ડાળીઓ ઉપર બીજા ઘણા બધા પક્ષીઓ રહેતા હતા. એક માળામાંથી મેના બોલી, અરે ટીનુ, તને આ મીઠાઈ ક્યાંથી મળી? આ મને જંગલની હદ પાસે મળી. કદાચ કોઈ માણસથી પડી ગઈ હશે. હું પણ જઈને જોઉં છું, કદાચ મને પણ મળી જાય. કહીને તે આકાશમાં ઉડી ગઈ. સારું થયું મેના જતી રહી. હવે હું પણ થોડું પાણી પીને આવું છું. એ
હોત તો ફાયદો ઉઠાવીને મારી મીઠાઈ ચોરી લેતી. ટીનુ જેવી જ પાણી પીવા માટે તળાવે જાય છે, મેના પાછી આવી જાય છે. મને ખબર હતી મારી હાજરીમાં મીઠાઈ મૂકીને તો ના જતી. હવે આને હટાવી જ દઉં છું. આમ કહીને તેણે ટીનુના માળામાંથી મીઠાઈ ઉઠાવી અને પોતાના માળામાં જઈને મૂકી દીધી. જ્યારે ટીનુ પાછી આવી ત્યારે પોતાનો માળો ખાલી જોઈને ચોંકી ગઈ. અરે મારી મીઠાઈ ક્યાં ગઈ? હતી તો અહીંયા જ. તેણે આમ તેમ નજર દોડાવી તો તેને ખબર પડી કે મીઠાઈ તો મેનાના માળામાં હતી. તો તે મેના પાસે પહોંચી. મને ખબર હતી આ કાબર ચોરી કરશે જ. હમણાં આને પાછી લઈ જાઉં છું. તે તેના માળામાં જવાની જ હતી ત્યાં તો મેના આવી ગઈ અને મીઠાઈની આગળ આવીને ઊભી રહી ગઈ. આ મારી મીઠાઈ છે, તે ચોરી કેમ કરી? હું તારી સામે બીજી મીઠાઈ શોધવા ગઈ હતી. આ મને ત્યાં જ મળી. તું કઈ રીતે કહી શકે આ તારી છે? આ મારી જ છે. ત્યાં બીજી કોઈ જ મીઠાઈ નહોતી. તે મને ચોરી કરતા જોઈ નથી. અને બીજી વાત, આ મારા માળામાં છે એટલે આ મારી છે. હવે ટીનુએ આગળ કોઈ ચર્ચા ના કરી, કારણ કે પુરાવા વગર તે કોઈ પણ વાત આગળ જવા દેવા માંગતી નહોતી. મેનાએ થોડી મીઠાઈ ખાધી અને પછી ડાળ પર જ રમવા લાગી. પણ ત્યાં એક ચમત્કાર થયો. મીઠાઈ હલવા લાગી અને ખસકવા લાગી. ધીરે ધીરે તે મીનુના માળામાંથી નીકળીને ટીનુના માળામાં આવી ગઈ. જ્યારે મેનાનું ધ્યાન તેના ખાલી માળામાં ગયું ત્યારે તે ચોંકી ગઈ. ટીનુ, તે મારા માળામાંથી મીઠાઈ ચોરી, એને અત્યારે જ પાછી આપ. પહેલી વાત તો એ કે તે મને ચોરી કરતા નથી જોઈ. અને બીજી વાત એ કે આ મીઠાઈ મારા માળામાં છે એટલે એના પર મારો હક છે. આ સાંભળીને મેના સમજી ગઈ કે બાજી ઉલટી પડી ગઈ છે અને મોઢું બગાડીને ત્યાંથી ઉડી ગઈ. આ મીઠાઈ એની જાતે ચાલીને મારા માળામાં કઈ રીતે આવી? એની જાતે નહીં, આને અમે લઈને આવ્યા તા. ત્યાં જ મીઠાઈની નીચેથી 3 કીડીઓ નીકળીને તેની સામે આવી ગઈ, જેને જોઈને ટીનુ ચોંકી ગઈ. અરે, તમે લોકો મારા માળામાં કઈ રીતે આવ્યા? આ મીઠાઈને અમે લોકો ખાતા હતા. જ્યારે તું એને ઉપાડીને અહીંયા લાવી તો અમે પણ એની સાથે તારા માળામાં આવી પહોંચ્યા. નાના હોવાના કારણે તું અમને જોઈ ના શકી. પછી એ કાબર જ્યારે મીઠાઈને એના માળામાં લઈ ગઈ તો અમે એના માળામાં પહોંચી ગયા. પછી અમે લોકોએ તમારી વાતો સાંભળી તો અમને કાબર પર બહુ ગુસ્સો આવ્યો. એટલે મોકો જોઈને અમે ત્રણેય મીઠાઈને તારા માળામાં લઈ આવ્યા. સાંભળીને ટીનુ ખુશ થઈ ગઈ અને બોલી, તમારે લોકોનો ખૂબ ખૂબ આભાર. આ મીઠાઈ તમારી છે એટલે હવે હું એને નહીં ખાઉં. અરે નહીં, અમે જેટલું ખાઈ શકતા હતા ખાઈ લીધું. હવે નહીં ખાઈ શકીએ. આ તારી છે. ઠીક છે પ્રિય કીડીઓ, આ બચેલી હું ખાઈ લઈશ. પણ આજથી આપણે પાક્કા મિત્રો છીએ. તમે હવે મારી સાથે જ રહેશો. કીડીઓએ તેની વાત માની લીધી અને પછી તેના જ માળામાં રહેવા લાગી. હવે તેઓ ફરવા માટે જતી તો સાથે જ નીકળતી હતી. એક દિવસ આવી રીતે જ તેઓ ફરવા માટે નીકળ્યા અને ટીનુ પણ ઠીક તેમની ઉપર ઉડી રહી હતી. અચાનકથી હવામાં ફેરફાર થયો અને વરસાદ વરસવા લાગ્યો. ટીનુ પણ પોતાને સંભાળી શકતી ન હતી. જમીન ઉપર હવે પાણી ભરાવા લાગ્યું અને કીડીઓ તેમાં વહેવા લાગી. આ જોઈને ટીનુએ એક યુક્તિ વાપરી. ઝાડ ઉપરથી પાંદડા તોડીને પાણીમાં નાખ્યા. 3 કીડીઓ પાંદડા પર ચઢી ગઈ અને તેમનો જીવ બચી ગયો. જ્યારે વરસાદ રોકાયો ત્યારે ટીનુ તેમને ફરીથી પોતાના માળામાં લઈ આવી. અરે મિત્ર, તે આજે અમારો જીવ બચાવ્યો છે. ક્યારેય તારા પર મુસીબત આવી તો અમે પણ તારી મદદ જરૂરથી કરીશું. તમે આટલી નાનકડી છો, તમે મારો જીવ કઈ રીતે બચાવશો? પણ હું ખુશ છું કે મેં મારા મિત્રોની મદદ કરી. બીજા દિવસે એક શિકારી જંગલમાં આવ્યો. કીડીઓ તે વખતે ઝાડની નીચે રમી રહી હતી અને ટીનુ તે જ ઝાડ પર બેઠી હતી. અરે વાહ, ખૂબ જ સુંદર ચકલી છે અને જીવતી કે મરેલી પકડવી જ પડશે.
તરત જ શિકારીએ નિશાન તાક્યું. કીડીઓએ આ જોયું અને તરત જ તે શિકારીના પગ ઉપર ચઢી ગઈ. તેમણે સાથે મળીને તેના પગને એક સાથે ચટકો ભર્યો. શિકારીને દુખાવો થયો અને ટીનુને વાગવાવાળી ગોળી ઉપરથી નીકળી ગઈ. તે ગોળી ઉપર નાળિયેરને જઈને વાગી અને ટંગ કરીને શિકારીના માથા પર પડ્યું. અરે હું તો ગયો. શિકારી ચક્કર ખાઈને બેહોશ થઈ ગયો. આભાર પ્રિય મિત્રો, આટલી નાની હોવા છતાં પણ તમે લોકોએ આજે મારો જીવ બચાવ્યો છે. એ દિવસે હું કંઈક વધારે બોલી ગઈ હતી. કોઈ વાત નહીં, આપણે મિત્રો છીએ. એની પહેલા કે આ શિકારી ફરીથી જાગે, આપણે અહીંયાથી જતા રહેવું જોઈએ. ત્યાર પછી ચારે જણા ખુશી ખુશી ત્યાંથી પોતાના માળામાં જતા રહ્યા.